ഇതിന് 2 കപ്പ് മൈദമാവ്, ഇച്ചിരി ഉപ്പ്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇളക്കുക, ഇളക്കി യോജിപ്പിക്കുക. ഇതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയോ നെയ്യോ എന്ത് വേണേലും ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ച് ചപ്പാത്തി പരുവത്തിന് ഉണ്ടാക്കിയെടുക്കുക. ഒരു ഫില്ലിങ് തയ്യാറാക്കാം. ഇതിനു വേണ്ടി ചിക്കൻ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഒരു സവോള, 2 പച്ചമുളക്, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റണം. ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഉപ്പ്, പൊടികളിട്ട് കൊടുക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി. പൊടികളുടെ പച്ചമണം എല്ലാം മാറിയേ ഇതിലോട്ട് ചിക്കൻ വറുത്ത് കൊടുത്തത് ഇട്ട് കൊടുക്കുക. ഫില്ലിങ് റെഡിയായി ഇതിനി തണുക്കാൻ മാറ്റി വയ്ക്കുക. ഇതിങ്ങനെ ചപ്പാത്തി പോലെ പരത്തി വെച്ച്, പക്ഷേ ചപ്പാത്തി പോലെ കനമില്ല കേട്ടോ, തീരെ കനം കുറവാണ്. ഇതിനി പാനിലോട്ടിട്ടൊന്ന് അപ്പുറം ഇപ്പുറവും ഇട്ട് ചൂടാക്കി എടുക്കുക. ഇതൊന്ന് തിരിച്ചിടുക. മതി കേട്ടോ. ഇത് ഞാൻ 2 ആക്കി മുറിച്ചു. ഇനി ഇത് 4 ആക്കുവേ. 2 സ്പൂൺ മൈദപ്പൊടി എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് കലക്കിയെടുക്കുക. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഇത് വീഡിയോ പിടിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടേ. ഇത് ഈ ഫില്ലിങ് ഇതിലോട്ട് നിറയ്ക്കുക. ഇത് നമ്മൾ എടുത്തു വെച്ച പശയുണ്ടല്ലോ, മൈദമാവിൻ്റെ പശ, ഈ ഓരത്ത് ചേർത്ത് ഇങ്ങോട്ട് മടക്കുക. കാണാനൊരു ലുക്കില്ല, എന്നാലും പൊരിച്ച് വരട്ടെ, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ.